ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ക്ലേ വെച്ചിട്ടൊരു റോസിനെയാണ്. ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് പലതരം സാധനങ്ങൾ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുകയാണ് ക്ലേ വെച്ചിട്ട് റോസ്. അപ്പോൾ നമുക്ക് പണിസ്ഥലത്തേക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ കുറച്ച് എണ്ണ പറ്റണം ഈ ടൈലിന്. ഈ വീട്ടിൽ പണി കഴിഞ്ഞാൽ ടൈലിൻ്റെ കഷ്ണത്തിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് നമുക്ക് വേണം. നമ്മൾ ഈ ഷീറ്റൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊന്നും ഉപയോഗിക്കേണ്ട. നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇപ്പോൾ ആക്കാം. അത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അതുകൊണ്ടാട്ടോ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വട്ടത്തിലാക്കാം. ഇത് കുറച്ച് കൂടുതൽ വേണം. ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാ കുറച്ചിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം. നമ്മൾ എന്നിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി കേട്ടോ. അമർത്തുമ്പോൾ കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്കിങ്ങനെ വലിച്ച് നീട്ടാം. രണ്ടാമത്തെ ഇവിടെ ഇരിക്കട്ടെ. ഈ ഫിംഗർ പ്രിൻ്റിൽ ഇവിടെ കാണുന്നത് അതൊന്നും പ്രശ്നമില്ല. നമ്മൾ തിരിച്ചായിട്ട് ഉപയോഗിക്കണ കാരണം പ്രശ്നമില്ല. ഇതിൻ്റെ തിരിച്ചുള്ള ഭാഗം നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ ഇവിടെ ഇരിക്കണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ചെറിയ പൂവാണെങ്കിൽ എല്ലാ പകുതി ക്ലേ എടുത്താൽ മതി. വലിയ പൂവാണെങ്കിൽ എല്ലാം എടുക്കണം കേട്ടോ. അങ്ങനത്തെയാണ്. ഞാനിപ്പോൾ എല്ലാ പൂവും എടുക്കാണ്. നാലാമത്തെ വട്ടം വെച്ചു. നമ്മൾ ഇനിടാ ഇങ്ങനെ വട്ടം ഇങ്ങനെ ആക്കി ഉരുട്ടിയിട്ട് വേണം നമ്മൾ ആക്കാൻ. എന്നാലും വട്ടം നേരെ വരുള്ളൂ. ഇതാ അഞ്ചാമത്തെ വട്ടവും വെച്ചു. പിന്നെ എന്താ ആറും വെച്ചു. എനിക്ക് തോന്നുന്നത് മതിയെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ മട്ടം നമുക്ക് അങ്ങനെ ഫുള്ളും വെച്ച് നോക്കാം. കുറച്ചും കൂടി എതളിന് വേണ്ടി. ഇത് ഈ റോസിൻ്റെ എതളാണ് കാണിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ വെക്കണം കേട്ടോ. ഈ ക്ലേമയും പിന്നെ ആ ടൈലിമയും ഒക്കെ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടി പിടിക്കുന്നതുകൊണ്ട്. ഞാൻ കുറച്ച് വട്ടം ഫ്ലോപ്പ് ചെയ്തിട്ടുണ്ട് കുറേ വട്ടം. പിന്നെ ഇപ്പോഴൊന്ന് റെഡിയാണത്. ഇവിടെ വെച്ചത് ഇത്രയ്ക്ക് വട്ടം മതിയെന്നും തോന്നുന്നു. ഈ ക്ലേൻ്റെ ഒപ്പം കിട്ടണതാണ്. ഈ ക്ലേക്ക് 199 രൂപ ഈ ക്ലേൻ്റെ ഒപ്പം കിട്ടണതാട്ടോ. ഇതിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ മടക്കി 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 അപ്പം ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇതൊന്നും ഇങ്ങനെ വിടർത്തി കൊടുക്കുക. ഇങ്ങനെ വിടർത്തി കൊടുക്കുക. ഇതാ ഗൈസ്, ഇങ്ങനെ വിടർത്തി കൊടുക്കണം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്രീൻ ക്ലേൻ്റെ അടുത്ത് ഞാൻ പൊട്ടിച്ചതുണ്ടായിരുന്നു. ഗ്രീൻ ക്ലേ എടുക്കുക. നമ്മളപ്പോൾ ഇത്രയ്ക്ക് ക്ലേ മതി. കുറച്ച് പീസ് ആയിട്ടെടുക്കുക. എന്നിട്ടിങ്ങനെ ഉരുട്ടാൻ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവും. വേറെ സാധനങ്ങളൊക്കെ മതി. ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഉരുട്ടണത്. കുറച്ച് ഇങ്ങനത്തെ ഒരു പീസാക്കുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പീസാക്കുക. കുറച്ചും കൂടി മണി ഇട്ടാം. ഇനി അടുത്തതും ഇതേ ഷേപ്പിൽ ഇതേ നീളത്തിന് തന്നെ ഉരുട്ടണം. ഒന്നും കൂടി ഉരുട്ടാം. ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ ഉരുട്ടണം. എന്നാലും ഇതിൻ്റെ സ്ട്രക്ചർ കിട്ടുള്ളൂ. ഈ പെട്ടെന്നും കൂടെ നീളം കുറഞ്ഞ ഭാഗത്ത്, തടിയില്ലാത്ത ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ കിട്ടും. ഇത്രയ്ക്കും ഇത്രയ്ക്കും മതി. ഇനി നമ്മൾ ഇങ്ങനെ ഒരു എക്സായിട്ട് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ എന്നിട്ട് നടുക്കിങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റോസ് അതിൻ്റെ മേലേക്ക് വയ്ക്കുക. എന്നിട്ട് ആ റോസിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇതും വേണം. പിന്നെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കുറച്ചിങ്ങനെ മടക്കി ഇങ്ങനെ കൊടുക്കണം. ഈ ഭാഗം ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ മടക്കി കൊടുക്കണം. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് രസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. രസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.